ഞാൻ ഹെൽപ്പ് ചെയ്യോ? എന്തിനാ പാസ്ത ഉണ്ടാക്കാൻ? ഇതായി പാസ്തനെ അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ടെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മുങ്ങി കിടക്കുന്ന രീതി വെള്ളമാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പിടാം, ഉപ്പിട്ടെടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. ആവശ്യമായ വെജിറ്റബിൾസ്, ഒരു പകുതി ഉള്ളി, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം. ഇതൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്തയിലേക്ക് ഇട്ടെടുക്കാം. പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് അല്ലേ. നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് സ്ലോ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മളെ ബട്ടർ കരിഞ്ഞു പോകും. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത അപ്പത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ കുരുമുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടെടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. വേഗം അപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ നമ്മുടെ സോസ് തിളച്ച് വന്നിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സോസിക്ക് കുറച്ച് ഉപ്പ്, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും, അതുകൊണ്ടാണ് അത് നല്ല ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അത് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇത് നല്ല ക്രീമിയായി വരുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലെയിം സ്ലോ ആക്കി ഇട്ടാൽ മതിട്ടാ. നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ സോസും വെജിറ്റബിൾസും പാസ്റ്റയും ഒക്കെ നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയോട്ടെ. ഇപ്പം തന്നെ നല്ല കുറുകി വരുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ അവിടെ പാസ്ത റെഡിയായി. നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്. ഇത് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാധനം സെറ്റായി. നമുക്ക് തിന്നാനുള്ള പണി നോക്കാം. അത്
ടേസ്റ്റ് ഉണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.